എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട രണ്ട് ഇമേജാണ് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ട്രിഗർ. ഒന്നാമത്തത്, ബാംഗ്ലൂരിലെ വളരെ തിരക്കുള്ള ഒരു ട്രാഫിക്കിൻ്റെ അകത്ത് ഒരു പെൺകുട്ടി 2 വീലറിൽ ഇരുന്ന് കണ്ട് സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇമേജ്. രണ്ടാമത്തെ ഇമേജ്, സെയിം ബാംഗ്ലൂരിലെ വേറൊരു ട്രാഫിക്കിൽ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൻ്റെ പിറകിലിരുന്ന് ലാപ്ടോപ്പ് തുറന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സീൻ. ഇത് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൺവെൻഷണൽ വർക്കിംഗ് നോം, നമ്മൾ എങ്ങനെയാണ് ഓഫീസുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. വർക്ക് ഫ്രം ഹോം നമുക്കറിയാം, വർക്ക് ഫ്രം എനിവെയർ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വർക്ക് ഫ്രം ട്രാഫിക് എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് പോലെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജി നമ്മുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെക്കാട്ടിയും വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. നമ്മുടെ പല റോഡുകളിലും വെഹിക്കിൾ ഡെൻസിറ്റി നമ്മുടെ റോഡിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുന്നു, ട്രാഫിക് അധികമാകുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് സമയത്തും ഏത് സിറ്റുവേഷനിലും വർക്ക് ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഫ്രെയിംവർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു ബാറ്ററി എവർ റെഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ഫസ്റ്റ് ടൈം പ്രൊഫഷണൽസും സ്റ്റുഡൻസും ഡെവലപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സ്കിൽ സെറ്റ്, ഒരു കോമ്പിറ്റൻസിയാണ് ഗെറ്റിംഗ് എവർ റെഡി എന്നുള്ളത്. എവർ റെഡി എന്ന് പറയുന്നത് നമ്മൾ അതിന് പറയുന്നത് എജിലിറ്റി, മെൻ്റൽ എജിലിറ്റി, ഫിസിക്കൽ എജിലിറ്റി. അപ്പോൾ എന്താണ് ഈ അജിലിറ്റി, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ള സിമ്പിൾ ഒരു 5-6 ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷാദ്, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. നമ്മൾ അജിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് മൂവ് ചെയ്യാനുള്ള നമ്മുടെ ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ളൊരു സ്കിൽ സെറ്റിനെയാണ് നമ്മൾ അജിലിറ്റി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെൻ്റൽ അജിലിറ്റി. ഈ മെൻ്റൽ അജിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള 6 സിമ്പിൾ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ഉണ്ട്. ഒന്നാമത്, നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക. നമ്മളെപ്പോഴും പറയാറില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരത്തിൽ മാത്രമാണ് ശക്തമായിട്ടൊരു മനസ്സുണ്ടാകും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റൂട്ടീനിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഏത് തരത്തിലായാലും ഉള്ളതും കുഴപ്പമില്ല. 2, നമ്മൾ മെൻ്റൽ എജിലിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. അതായത് വളരെ പെട്ടെന്ന് ഒരു ചേഞ്ചുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുക, ക്വിക്കായിട്ട് ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മെൻ്റൽ എജിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രൈമായിട്ടൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് മാറുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏത് കാര്യത്തിലാണോ നമ്മുടെ ഡൊമെയിൻ ഏതായാലും അതിൽ നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കണം. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് വലിയ ക്യൂരിയസ് ആണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റഡ് ഡൊമെയിൻ നമ്മൾ വളരെ ക്യൂരിയസ്, പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആപ്പിറ്റൈറ്റ് ഡെവലപ്പ് ചെയ്യുക. അടുത്ത പോയിന്റ്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് നമുക്ക് ക്ലാരിറ്റി സീക്ക് ചെയ്യണം. നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാരിറ്റി കുറവാണെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പോൾ ക്ലാരിറ്റി, ഫോക്കസ്, അതിൽ പറയുന്നൊരു ടേമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മസിലാണ്. നമ്മൾ പലരും ജിമ്മിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രെയിനിന് നമ്മൾ എക്സസൈസ് കൊടുക്കണം. വായന, കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ ബ്രെയിൻ പസിൽസ്, സുഡോക്കോ പോലുള്ള ഗെയിംസ്, അങ്ങനെയുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ്, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റസ് കോ ചലഞ്ച് ചെയ്യണം. അതായത് നമ്മൾ ഇപ്പോൾ എന്താണ് എന്നുള്ളതിന് നമ്മൾ തന്നെ ചലഞ്ച് ചെയ്യപ്പെടണം. പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആപ്പിറ്റൈറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം. പ്രധാനമായിട്ടും ഇങ്ങനെ നമ്മൾ മെൻ്റലി അജൈൽ, ആക്റ്റീവായിരുന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ ചേഞ്ച് സിറ്റുവേഷൻ അനുസരിച്ച് മാറാനും അതിനനുസരിച്ച് നമ്മുടെ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യാനും പറ്റാറുള്ളൂ. ഇപ്പം നമ്മൾ സാധാരണ ബിസിനസ്സിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ് വാട്ട് വർക്ക്ഡ് യെസ്റ്റർഡേ മേ നോട്ട് വർക്ക് ടുഡേ, വാട്ട് ഈസ് വർക്കിംഗ് ടുഡേ മേ നോട്ട് വർക്ക് ടുമോറോ, ആൻഡ് ടുമോറോ നോബഡി നോസ്. അപ്പോൾ ചേഞ്ച് സിറ്റുവേഷൻ അനുസരിച്ച് വളരെ പെട്ടെന്ന് നമ്മുടെ ഗിയർ ചേഞ്ച് ചെയ്യും. നമ്മൾ പറയാറില്ലേ, ചേഞ്ചിങ് ദ ടയേഴ്സ് ഓഫ് എ മൂവിങ് കാർ എന്ന് പറയുന്നൊരു ഔട്ട്ലുക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സ്കിൽ സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. Hope this video is useful. Thank you very much for watching this.